ഒരു വർക്ക്ഷീറ്റിൽ നമ്മൾ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് COUNTIF. ഈ ടേബിളും ശ്രദ്ധിക്കുക. ആമസോൺ പോലെ ഒരു ഇ-കൊമേഴ്സ് സ്റ്റോറിലെ പാക്കേജ് ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഈ ടേബിളിലെ സ്റ്റാറ്റസ് എന്ന മൂന്നാമത്തെ കോളത്തിൽ ഡെലിവേർഡ്, ക്യാൻസൽഡ്, പെൻഡിങ് എന്നീ വാക്കുകൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് ഇവിടെ എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളത് കണ്ടെത്തണമെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് പെൻഡിങ് എന്ന വാക്ക്. പെൻഡിങ് എന്ന വാക്ക് ഈ കോളത്തിൽ എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളത് COUNTIF ഫംഗ്ഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എത്ര ഓർഡർ പെൻഡിങ് ആണെന്നുള്ളതിൻ്റെ ഉത്തരമാണത്. അതുപോലെ തന്നെ ഡെലിവേർഡ് എന്ന വാക്ക് ഇവിടെ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ എത്ര ഓർഡർ ഡെലിവറി ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. പെൻഡിങ് എന്ന വാക്ക് ഈ കോളത്തിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈക്വൽ COUNTIF എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. COUNTIF ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആണ് ഈ കാണുന്നത്. ആദ്യത്തെ ഇൻപുട്ട് റേഞ്ച്, രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ. നമുക്കിവിടെ പെൻഡിങ് എന്ന വാക്കിൻ്റെ എണ്ണമാണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ പെൻഡിങ് എന്ന വാക്കാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇനി ഈ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഓരോ പാക്കേജിൻ്റെയും സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ള ഈ സെല്ലുകളിലാണ്. അതായത് ഈ കാണുന്ന സെല്ലുകളാണ് റേഞ്ച് എന്ന ഒന്നാമത്തെ ഇൻപുട്ട്. റേഞ്ച് എന്ന ഒന്നാമത്തെ ഇൻപുട്ടിന് വേണ്ടി സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കോമ രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ. പെൻഡിങ് എന്ന വാക്കാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഡബിൾ കോട്ട്സ് പെൻഡിങ്, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, പെൻഡിങ് എന്ന വാക്ക് ഈ കോളത്തിൽ എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ കിട്ടി, 2. അതേസമയം ക്യാൻസൽഡ് എന്ന വാക്കിൻ്റെ എണ്ണമാണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഫോർമുല ബാറിൽ വന്നിട്ട് പെൻഡിങ്ങിന് പകരം ക്യാൻസൽ എന്ന വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നോക്കുക, എത്ര ഓർഡർ ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ എണ്ണം നമുക്ക് കിട്ടി, 4. ഇവിടെ ഇപ്പോൾ COUNTIF ഫംഗ്ഷന് വേണ്ടുന്ന ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇതിന് പകരം സെൽ റെഫറൻസും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഈ കാണുന്ന സെല്ലിൽ പറഞ്ഞിട്ടുള്ള വാക്ക് ഈ കോളത്തിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈക്വൽ COUNTIF, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഒന്നാമത്തെ ഇൻപുട്ട് റേഞ്ച്, ഡെലിവറി സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കോമ രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ, ക്യാൻസൽഡ് എന്ന വാക്കാണ് ക്രൈറ്റീരിയ, ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഡെലിവേർഡ് എന്ന വാക്കിൻ്റെ എണ്ണമാണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഈ സെല്ലിൽ ഡെലിവേർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നോക്കുക, എത്ര ഓർഡർ ഡെലിവറി ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് കിട്ടി. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റിൻ്റെ എണ്ണം മാത്രമല്ല സംഖ്യകളുടെ എണ്ണവും COUNTIF ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ എമൗണ്ട് എന്ന കോളത്തിൽ കുറച്ചധികം സംഖ്യകൾ കൊടുത്തിരിക്കുന്ന കാണാം. ഇവയിൽ 10,000-ന് മുകളിലുള്ള സംഖ്യകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് ഈക്വൽ COUNTIF, ഒന്നാമത്തെ ഇൻപുട്ട് റേഞ്ച്, സംഖ്യകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ. ഗ്രേറ്റർ ദാൻ 10,000 ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ. ഡബിൾ കോട്ട്സ്, ഗ്രേറ്റർ ദാൻ 10,000, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, 10,000-ന് മുകളിലുള്ള സംഖ്യകളുടെ എണ്ണം നമുക്ക് കിട്ടി. ഇവിടെ ഒരു സംഖ്യ ഞാൻ ചേഞ്ച് ചെയ്യാണ്. ഞാൻ വരുത്തിയ മാറ്റത്തിനനുസരിച്ച് ഫോർമുലയുടെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സൽ ഫംഗ്ഷൻസിന് പുറമെ എക്സൽ 1-ൽ നിന്ന് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തങ്ങളുടെ എക്സൽ സ്കിൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നൊരു ഓൺലൈൻ എക്സൽ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു എക്സൽ ഡിപ്പാർട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.